പ്രിയമുള്ള കുട്ടികളെ, പീസ് റേഡിയോയുടെ എക്സാം ടിപ്സ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അവലോകനമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പരീക്ഷ 100 മാർക്കിലേക്കാണ്. അതിൽ 20 മാർക്ക് CE ആണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അത് ക്ലാസ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ ക്ലാസ്സിലെ പെരുമാറ്റം, നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന രീതി, യൂണിറ്റ് ടെസ്റ്റുകളുടെ മാർക്ക് എല്ലാം നോക്കും. അത് അധ്യാപകർ നിങ്ങൾക്ക് തരുന്നതാണ്. ബാക്കി 80 മാർക്ക് നമ്മൾ TE ആണ്, ടെർമിനൽ ഇവാലുവേഷൻ. ഒരു ടേം അവസാനിക്കുമ്പോൾ, വർഷം അവസാനിക്കുമ്പോൾ നടത്തുന്ന പരീക്ഷ. ഇംഗ്ലീഷിൽ ടെർമിനൽ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിനാണ് ചോദ്യം. ഈ 80 മാർക്ക് ചോദ്യത്തിൽ ആദ്യത്തെ 20 മാർക്ക് ചോദ്യങ്ങളും ടെക്സ്റ്റിൽ നിന്ന് നേർക്ക് നേരെയുള്ള ചോദ്യങ്ങളായിരിക്കും. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, അതിലെ ടെക്സ്ച്വലായിട്ടുള്ള, കോണ്ടക്സ്ച്വലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ആദ്യം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഐഡൻറ്റിഫൈ ദ ലെസൺ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഓതർ. അല്ലെങ്കിൽ ചോദ്യത്തിൽ ഹീനോ ഷീനോ ഉണ്ടെങ്കിൽ ഹൂ ഈസ് ഹീ ഹിയർ, ഹൂ ഈസ് ഷീ ഹിയർ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ്, ഏതെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡിൻ്റെ അർത്ഥം ചോദിക്കാം. ഇങ്ങനെയുള്ള ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ഭാഗം. അതാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം. രണ്ടാമത് റൈറ്റപ്പ് എഴുതാനാണ് ചോദിക്കുക, അഥവാ ഷോർട്ട് നോട്ട്സ് എഴുതാൻ. മുമ്പൊക്കെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്സ് എന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല ചോദിക്കുക, പ്രിപ്പയർ എ റൈറ്റപ്പ് എന്നാണ് പറയുക. ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സാധാരണയായി ചോദിക്കാറുള്ളത് ഒന്ന്, കമ്പാരിസൺ ബിറ്റ്വീൻ ദ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് ആൻറ്റോണിയോ ആൻഡ് നിക്കോള, ഗൂസ്ബെറീസ് എന്ന ചാപ്റ്ററിൽ നിന്ന്. ആൻറ്റൺ ചെക്കോവിൻ്റെ ഗൂസ്ബെറീസ് എന്ന ചാപ്റ്ററിലെ നിക്കോളയെയും ആൻറ്റോണിയോയും കമ്പയർ ചെയ്യുന്ന ചോദ്യം. ഒരു വർഷം ക്യാപ്റ്റൻ ജോവിസ്, ക്യാരക്ടർ ഓഫ് ക്യാപ്റ്റൻ ജോവിസ് ചോദിച്ചിട്ടുണ്ട്, ലേഹോർല പടത്തിൽ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വൈഫ് ജെയിൻ വൈൽഡ്, ക്യാരക്ടർ ഓഫ് ജെയിൻ വൈൽഡ് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് എന്ന പോയത്തിലെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ക്യാരക്ടർ വരെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്ന അവരുടെ ക്യാരക്ടർ എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടർ സ്കെച്ചസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയാണ് ടെക്സ്റ്റിൽ നിന്ന് നേർക്ക് നേരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇനി ടെക്സ്റ്റിലെ പോയട്രി സെക്ഷനിൽ നിന്നും ഇതുപോലെ ഒരു പ്രോസിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ട് 3 ചോദ്യം ചോദിക്കുന്ന പോലെ ഒരു സ്റ്റാൻസ തന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഐഡൻറ്റിഫൈ ദ പോയം, ഐഡൻറ്റിഫൈ ദ പോയിറ്റ്, എക്സ്പ്ലെയിൻ ദ ലൈൻസ്, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. സിമിലി ഉണ്ടാവാം, മെറ്റഫർ ഉണ്ടാവാം, പേഴ്സണിഫിക്കേഷൻ ഉണ്ടാവാം, അലിറ്ററേഷൻ ഉണ്ടാവാം, അസൊണൻസ് ഉണ്ടാവാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്, അതിലുപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ് അത് കണ്ടുപിടിക്കാൻ. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പോയട്രിയിൽ നിന്ന് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് സൺറൈസ് ഓൺ ദ ഹിൽസ്, സ്ലീപ്പ് തുടങ്ങിയ പോയംസിലെ ലാസ്റ്റ് ലൈൻസ് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ മെസ്സേജ് ഓഫ് ദ പോയം എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ തീം ഓഫ് ദ പോയം എന്ന് ചോദിച്ചാലും അത് തന്നെയാണ് എഴുതാനുള്ളത്. അപ്പോൾ തീം, മെസ്സേജ്, എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതും ചോദ്യങ്ങൾ വ്യത്യാസപ്പെടുന്നെന്ന് മാത്രം, പക്ഷേ ഉത്തരങ്ങൾ എഴുതാനുള്ളത് ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ പോയങ്ങളുടെയൊക്കെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. ഇനി ഇത്രയായി കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ മാർക്കുകൾ കഴിഞ്ഞു. ഇനിയുള്ളത് ഗ്രാമറാണ്. ഈ ഗ്രാമർ പോർഷൻ, ഇംഗ്ലീഷിൽ 2 തരം ഗ്രാമറുണ്ട്.
പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറുണ്ട്. ഈ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഗ്രാമറാണ്. ഈ ട്രഡീഷണൽ ഗ്രാമറിൽ ടെൻസ് ശരിയാക്കുക, എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും അത് ശരിയാക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റിൽ 2 ഉത്തരം ഉണ്ടാവും അതിലൊന്ന് തിരഞ്ഞെടുക്കുക, പിന്നെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്കാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഇഡിയംസ് ഫ്രേസസ് തിരഞ്ഞെടുക്കാൻ 4-5 ഇഡിയംസ് കൊടുത്തിരിക്കും, അവിടേക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് കറക്റ്റായിട്ടുള്ള ഇഡിയംസും ഫ്രേസസും തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്. അതൊരു 10 മാർക്കിന് ചോദിക്കും. ഇപ്പോൾ ഒരു 20 മാർക്കിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രോസിൽ നിന്നും പോയട്രിയിൽ നിന്നുള്ള നേർക്ക് നേരെയുള്ള ചോദ്യങ്ങൾ. ഒരു 10 മാർക്കാണ് ഈ ട്രഡീഷണൽ ഗ്രാമർ. ഇനി 30 മാർക്ക് അങ്ങനെ കഴിഞ്ഞാൽ ബാക്കിയുള്ള 50 മാർക്കും വിശാലമായ ഒരു ഗ്രാമർ ഭാഗം ഡിസ്കോഴ്സസ് ആണ്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതാണ്. അവിടെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല്, നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈല് എല്ലാം പ്രധാനമാണ്. അതോടൊപ്പം നമ്മുടെ റൈറ്റിംഗ് സ്പീഡ്, എഴുതാനുള്ള കഴിവും. 4 മാർക്കിൻ്റെ ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യം, 8 മാർക്കിൻ്റെ ചോദ്യം. 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 8 മിനിറ്റാണ് സമയം. 6 മാർക്കിൻ്റെ ചോദ്യത്തിന് നേരെ ഇരട്ടി 8 മിനിറ്റ്, 12 മിനിറ്റാണ് സമയം. 8 മാർക്കിൻ്റെ ചോദ്യത്തിന് അതിന് നേരെ ഇരട്ടി 16 മിനിറ്റാണ് സമയം. എല്ലാ ചോദ്യത്തിനും അതിൻ്റെ ഇരട്ടി സമയത്തിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ബാക്കിയുള്ള സമയം മുഴുവൻ, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും എഴുതാൻ സമയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് പറയും എല്ലാം അറിയായിരുന്നു സാർ, സമയം കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കുവാൻ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 8 മിനിറ്റ് കൊണ്ട് എഴുതി കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് എഴുതി പരിശീലിക്കണം. 6 മാർക്കിൻ്റെത് 12 മിനിറ്റ് കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് ഡിസ്കോഴ്സസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അപ്പോൾ അതിൽ നമ്മൾ എഴുതാനുള്ള നമ്മുടെ കഴിവ് വളരെ പ്രധാനമാണ്. ചില കുട്ടികൾക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കും, അവർക്ക് ബുദ്ധിയുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, അത് ഷാറായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ആ 2.5 മണിക്കൂറിനുള്ളിൽ വെള്ളപ്പേപ്പറിൽ എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ തലയിൽ എത്ര വിവരം ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ പരീക്ഷയിൽ തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് എഴുതാനുള്ള കഴിവ് പ്രധാനമാണ്. 50 മാർക്കിൻ്റെ ഗ്രാമർ ഭാഗങ്ങളിൽ, ഡിസ്കോഴ്സസ് ഭാഗത്ത് പ്രധാനമായും ചോദിക്കുന്ന ചില ഭാഗങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പറയാം. ഇത് ഓരോന്നും വിശദമായി പറയേണ്ട കാര്യമാണ്. ഇന്ന് നമുക്ക് ഈ ചെറിയൊരു വീഡിയോയുടെ സമയത്ത് ഈ ഓരോ ഡിസ്കോഴ്സസും പൂർണ്ണമായും വിശദീകരിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എഴുതാനാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം തന്നിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് എഴുതാൻ പറയും, അതല്ലെങ്കിൽ അതിനൊരു സജഷൻ എഴുതാൻ പറയും. നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട, ലെസണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അഡ്വൈസ് എഴുതാൻ. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഒരു ഡിബേറ്റ് എഴുതാനാണ്. ഫോർ ആൻഡ് എഗൻസ്റ്റ്, അനുകൂലമായ 4 കാര്യങ്ങൾ, പ്രതികൂലമായ 4 കാര്യങ്ങൾ. ചിലപ്പോൾ അനുകൂലമായത് 4 തരും, എന്നിട്ട് എഗൻസ്റ്റുള്ള 4 എഴുതാൻ പറയും. ചിലപ്പോൾ എഗൻസ്റ്റുള്ള 4 തരും, എന്നിട്ട് അനുകൂലമുള്ള 4 എഴുതാൻ പറയും. ഏതായാലും ഏതൊരു വിഷയത്തെക്കുറിച്ചും അനുകൂലമായും പ്രതികൂലമായുമുള്ള 4 പോയിൻറ്റ്സ് നമ്മൾക്ക് എപ്പോഴും പഠിച്ചു വെക്കണം. പിന്നെ എഴുതാൻ ചോദിക്കുന്ന ചോദ്യം ഇമെയിലാണ്, ഇലക്ട്രോണിക് മെയിൽ. അത് എൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഒരു സ്കെയിലും പെൻസിലും നിർബന്ധമായും കൊണ്ടുപോകണം. കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് കോളങ്ങൾ വരച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്തുകൊണ്ടുള്ള, ഫോർമാറ്റ് എഴുതിയിട്ട് ചെയ്യേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇമെയിൽ എഴുതുവാൻ കള്ളി വരക്കണം, ടു, അതിന് നേരെ നീളത്തിൽ കള്ളി വരക്കണം. CC, BC, സബ്ജക്റ്റ്, കണ്ടൻറ്റ് എഴുതണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അവസാനം ഫ്രം ഇമെയിൽ അഡ്രസ്സ് എഴുതണം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് പ്രൊഫൈൽ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഒരു ആളെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും.
ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ ഒരു വിശദമായ ഒരു പാരഗ്രാഫ് എഴുതണം. അതും ഒരു കള്ളി വരച്ചാണ് എഴുതേണ്ടത്. ആളെ പേരെഴുതണം. ശേഷം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വിശദമാക്കി എഴുതണം. തന്നിരിക്കുന്ന ഹിൻസ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. മറിച്ച് നമുക്കെന്തെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ കൂട്ടി എഴുതാവുന്നതാണ്. പിന്നെ ലെറ്റർ ടു ദ എഡിറ്റോറിയൽ എഴുതാനുണ്ടാവും. സ്പീച്ച്, ഒരു വെൽക്കം സ്പീച്ച് എഴുതാൻ, അതല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് എഴുതാൻ. സ്പീച്ച് നമ്മൾ 7ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, ഒന്നുകിൽ ഒരു സ്പീച്ച്, ഇൻട്രൊഡക്ടറി സ്പീച്ച് എഴുതുക, അതല്ലെങ്കിൽ ഒരു വെൽക്കം സ്പീച്ച് എഴുതുക. അടുത്തതായി ചോദിക്കുന്ന ചോദ്യമാണ് ആപ്ലിക്കേഷൻ ഫോർ ജോബ്. ഒരു കമ്പനി അതല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിലേക്ക് ആളുകളെ ജോലിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു പരസ്യം, ഒരു വാണ്ടഡ് അഡ്വർടൈസ്മെൻറ്റ്, അതല്ലെങ്കിൽ സിറ്റുവേഷൻ വേക്കൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യം. അതിലേക്ക് ഒരു അപേക്ഷ അയക്കണം, ആ ജോലിക്കുള്ള അപേക്ഷ അയക്കണം. അപ്പോൾ ഫ്രം അഡ്രസ്സ്, വലതുഭാഗത്ത് ഫ്രം അഡ്രസ്സ്, പിന്നെ ടു, സബ്ജക്റ്റ്, റെഫറൻസ്, കണ്ടൻറ്റ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സൈൻഡ് നെയിം, ഇത്രയും ഇതുള്ള ഒരു ഫോർമാറ്റ് എഴുതണം. ഓരോ ഡിസ്കോഴ്സസിൻ്റെയും ഫോർമാറ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പിന്നീട് വിശദമായി ചെയ്യും. അടുത്തതായി ചോദിക്കുന്നത് ഒരു റെസ്യൂമെ എഴുതാനാണ്. അത് കരിക്കുലം വൈറ്റ, CV എന്ന് ചോദിക്കാം, അതിൽ ബയോഡാറ്റ എന്ന് ചോദിക്കാം. ഏത് വിധത്തിൽ ചോദിച്ചാലും ഈ റെസ്യൂമെ ആപ്ലിക്കേഷൻ ഫോർ ജോബിൻ്റെ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് വിശദമായി പിന്നീട് പറയാം. അപ്പോൾ റെസ്യൂമെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. കുറച്ച് ഹിൻസ് തരും. ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെയോ കുറച്ച് ഹിൻസ് തരും. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് യൂസിങ് ദ ഹിൻസ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു കോളം വരച്ച് ഹെഡിങ് എഴുതി സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് എന്ന് സൈഡിൽ എഴുതി ഡേറ്റും സ്ഥലവും ഒക്കെ എഴുതിയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഹിൻസിൽ വളരെ അടിസ്ഥാനപരമായ 2-3 വിവരങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ ഭാവനാത്മകമായി ഉണ്ടാക്കി എഴുതണം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഭാവനാത്മകമായി ഉണ്ടാക്കി എഴുതണം. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ 5 എക്സ്ചേഞ്ചസ് 6 എക്സ്ചേഞ്ചസ് എഴുതാനാണ് പറയാം. അപ്പോൾ ചോദിക്കുന്ന ഒരാൾ, ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ, ഒരു ചോദ്യവും ഒരു ഉത്തരം വരുമ്പോൾ ഒരു എക്സ്ചേഞ്ചായി. അങ്ങനത്തെ 5 എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ 6 എക്സ്ചേഞ്ചുകൾ എഴുതാൻ പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇനി +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ട്രാവൽ ഇൻഫോ എഴുതാൻ. ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കുവാൻ ഒരു ടൂറിസ്റ്റിന് അത്യാവശ്യമായി ഉണ്ടാക്കി കിട്ടേണ്ട ചില വിവരങ്ങൾ, ട്രാവൽ ഇൻഫർമേഷൻ, അതാണ് ട്രാവൽ ഇൻഫോ. ഹൗ ടു റീച്ച്, എങ്ങനെ അവിടേക്ക് എത്തിപ്പെടാം, ഡെസ്റ്റിനേഷൻസ്, അവിടുത്തെ ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണ്, കൾച്ചറൽ ഹൈലൈറ്റ്സ്, അവിടുത്തെ കൾച്ചറൽ ഹൈലൈറ്റ്സ് എന്താണ്, ഡൈൻ ആൻഡ് സ്റ്റേ, അവിടെ എവിടെയാണ് താമസിക്കുക, ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ത് ഒരു ട്രാവൽ ഇൻഫോ. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, വരച്ചിട്ട് എഴുതണം. അതോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രാവലോഗ് എഴുതാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലേ ഹോള എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ട്രാവൽ എസ്സേയാണ്, ഒരു യാത്രയെക്കുറിച്ചുള്ള പാഠമാണ്. അപ്പോൾ ഒരു യാത്രയെക്കുറിച്ചുള്ള പാഠം പഠിക്കുമ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന കരിക്കുലം ഒബ്ജക്റ്റീവ് ഒരു ട്രാവലോഗ് എഴുതാൻ പഠിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു യാത്രയുടെ ട്രാവലോഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമയത്തും എവിടെ എത്തി, സമയങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എഴുതണം. at 10 o'clock, at 11 o'clock, at 12 o'clock, at 2 PM we had our lunch.
എന്ന് സമയം മെൻഷൻ ചെയ്ത് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ, തിരിച്ചെത്തുന്നത് വരെ ഉള്ള ഓരോ സമയവും മെൻഷൻ ചെയ്തുകൊണ്ട് വേണം ട്രാവലോഗ് എഴുതാൻ. +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പ്രസി റൈറ്റിംഗ് ആണ്. പ്രസി എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക എന്നതാണ്. 3-1 സംഗ്രഹിക്കുക എന്നതാണ് അതിൻ്റെ ഒരു രൂപം. ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് അത് ചുരുക്കി ഒരു ചെറിയ ഒറ്റ പാരഗ്രാഫാക്കി ചുരുക്കി എഴുതുക. ഇതാണ് പ്രസി. അത് വളരെ കുട്ടികൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിലെ വളരെ പ്രധാനപ്പെട്ട ലൈൻസ്, പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ എടുത്ത് എഴുതിയാൽ തന്നെ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന പാഠത്തിൽ ട്രിപ്പ് ഓഫ് ലേ ഹൊർല എന്ന ചാപ്റ്റർ ഒരു ആകാശയാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ഒരു ട്രാവലോഗാണ്, ഒരു ട്രാവൽ എസ്സേ ആണ്. ട്രാവലോഗ് എന്ന് ചോദിച്ചാലും ട്രാവൽ എസ്സേ എന്ന് ചോദിച്ചാലും ഒക്കെ ഒരേ സാധനമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ലൈവ് ടി വി റിപ്പോർട്ടാണ്. ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേർക്ക് നേരെ നിന്ന് അവിടെ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ലൈവ് ടി വി റിപ്പോർട്ട്. ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൈക്ക് പിടിച്ച് നിന്ന് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് ദ ടേക്ക് ഓഫ് ലേ ഹൊർല, നമ്മുടെ ആകാശയാത്രയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദ ട്രിപ്പ് ഓഫ് ലേ ഹൊർല എന്ന ചാപ്റ്ററിലെ അതിൻ്റെ ആ ബലൂണിൻ്റെ ടേക്ക് ഓഫ്, അത് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് എപ്പോഴും സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. മാറി ചോദിക്കാം, ഏതായാലും ലൈവ് ടി വി റിപ്പോർട്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ഐ ആം സുഷമ ഫ്രം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞ് തുടങ്ങണം. അവസാനം വിത്ത് ക്യാമറാമാൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. സൈനിങ് ഓഫ് വിത്ത് ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ ഒരു ലൈവ് റിപ്പോർട്ട് പോലെ അത് അവസാനിപ്പിക്കണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ എന്നുള്ള ഭാഗം. ഒരു പാസേജ് തരും, അതിലെ ഫാക്റ്റുകൾ തിരഞ്ഞെടുക്കണം, ഒപ്പീനിയൻ തിരഞ്ഞെടുക്കണം. ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സുസമ്മതമായ കാര്യം, ആർക്കും എതിർപ്പില്ലാത്ത കാര്യം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, ആർക്കും എതിർപ്പില്ല, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്. അത്തരം കാര്യങ്ങളൊക്കെ ഫാക്റ്റാണ്. ചില കാര്യങ്ങളുണ്ടാവും ഒപ്പീനിയനായിരിക്കും. ഓൺലൈൻ പർച്ചേസ് ഈസ് ബെറ്റർ ദാൻ ഷോപ്പ് റൂം പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്നതാണ് ഷോപ്പ് റൂമിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത്. അത് ആളുകൾക്ക് എതിർപ്പുള്ള കാര്യങ്ങളുണ്ടാവാം, രണ്ടഭിപ്രായം ഉണ്ടാവാം, അതൊക്കെ ഒപ്പീനിയനാണ്. അപ്പോൾ ഫാക്റ്റ് ഒപ്പീനിയൻ, ഒരു പാസേജ് തന്നിട്ട് അതിലെ ഫാക്റ്റുകൾ തിരഞ്ഞെടുക്കണം, ഒപ്പീനിയൻ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ ഫാക്റ്റ് എന്ന് എഴുതിയിട്ട് നമ്പർ 1, 2, 3 ഫാക്റ്റുകൾ ഏതൊക്കെ എഴുതണം. ഒപ്പീനിയൻ എന്ന് എഴുതിയിട്ട് ഒപ്പീനിയൻ 1, 2, 3 അങ്ങനെ ഒപ്പീനിയൻ എഴുതണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഡൂസ് ആൻഡ് ഡോൺസ്. +1 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രധാന ചോദ്യമാണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളത്, ഡോൺസ് ചെയ്യാൻ പാടില്ലാത്തത്. ചില സാഹചര്യങ്ങളിൽ ചിലത് ചെയ്യണം, ചിലത് ചെയ്യാൻ പാടില്ല. റൈറ്റ് ഡൂസ് ആൻഡ് ഡോൺസ് വെൻ യു ഗോ ഫോർ എ ട്രിപ്പ്. ഒരു ട്രിപ്പ് പോകുമ്പോൾ, ഒരു ടൂർ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം. 4 കാര്യങ്ങൾ ഡൂസ് എഴുതണം, 4 കാര്യങ്ങൾ ഡോൺസ് എഴുതണം. ഡൂസ് ഡോൺസ് എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓഫ് പോയട്രിയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാന ചോദ്യം നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയവുമായി കമ്പയർ ചെയ്യുവാനുള്ളൊരു പോയം തരും. ഒരു പോയം തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറയും. അതല്ലെങ്കിൽ അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയും. അപ്രീസിയേഷന് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് വിശദമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് എല്ലാ ഡിസ്കോഴ്സസിനെ കുറിച്ചും പറയും. ഇത്രയുമാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 27 ചോദ്യങ്ങളുടെ ഒരു ഏകദേശ രൂപം. ഏതായാലും ഈ ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ടെക്സ്റ്റുവലായിട്ടുള്ള ഭാഗം, പോയട്രിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ഗ്രാമർ, പിന്നെ ഡിസ്കോഴ്സസ്,
ഇത്രയും ഉൾക്കൊള്ളുന്ന 4 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും ഒരു നല്ല ഇംഗ്ലീഷ് പരീക്ഷ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.